UDF ഭരണസമിതികൾ ഒപ്പുവെച്ചതും തുടരുന്നതുമായ തിരുവല്ല ചിൽഡ്രൻസ് പാർക്ക് കരാറിൽ കോടികളുടെ അഴിമതിയെന്ന് LDF. കരാർ തിരുവല്ല കണ്ട ഏറ്റവും വലിയ അഴിമതിയെന്ന് വിശേഷിപ്പിക്കുമ്പോഴും നഗരസഭാ കൗൺസിൽ വിയോജനക്കുറിപ്പ് നൽകുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാതെ BJP നേതാക്കളും നഗരസഭയിൽ BJP കോൺഗ്രസ് ഡീലെന്ന് LDFും ആരോപിച്ചു. നഗരസഭാ പാർക്കിന്റെ കരാറിനെ ചൊല്ലിയാണ് അഴിമതി ആരോപണം. ചിൽഡ്രൻസ് പാർക്ക് പ്രതിമാസം 4000 രൂപയ്ക്ക് 2040 വരെയാണ് സ്വകാര്യ വ്യക്തിക്ക് നൽകിയിരിക്കുന്നത്. ഒരേക്കർ 36 സെന്റ് വരുന്ന നഗരഹൃദയത്തിലുള്ള ഭൂമിയാണ് തുച്ഛമായ തുകയ്ക്ക് നൽകിയത്. അതും കോൺഗ്രസ് നേതാവിന്. മാറി മാറി വന്ന UDF ഭരണസമിതികളാണ് കരാറിന് പിന്നിൽ. കരാർ തുടരണോ എന്ന് തീരുമാനിക്കാൻ ചേർന്ന കൗൺസിൽ യോഗത്തിൽ LDF അംഗങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചു. നഗരസഭാ പാർക്കിൽ ചട്ടലംഘനങ്ങളുണ്ടെന്ന് മുനിസിപ്പൽ സെക്രട്ടറി കൗൺസിൽ യോഗത്തിൽ അറിയിച്ചിട്ടും കരാറുമായി മുന്നോട്ടു പോകാൻ ചെയർപേഴ്സൺ തീരുമാനിക്കുകയായിരുന്നു. ഭരണകക്ഷിയുടെ തീരുമാനത്തിനെതിരെ വിയോജനക്കുറിപ്പ് നൽകാൻ LDF തീരുമാനം. അഴിമതി എന്ന് പറഞ്ഞാൽ ഒന്ന് ചട്ടലംഘനം നടത്തിയിരിക്കുന്നു. 30 വർഷത്തേക്ക് ഇതിൻ്റെ കരാർ നൽകിയിരിക്കുന്നു. UDF അവരുടെ ഏകപക്ഷീയമായ നിലപാടിലൂടെ ഈ കൗൺസിൽ ഇത് പാസ്സാക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ ഇറങ്ങിപ്പോവുകയായിരുന്നു. ഞങ്ങൾ അതിനെ ശക്തമായി എതിർക്കുന്നു. കരാർ പുതുക്കാൻ പാടില്ല, കരാർ റദ്ദു ചെയ്യണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗങ്ങൾ ഞങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയാണ്. BJPയും വിയോജനക്കുറിപ്പ് നൽകിയാൽ ഭരണകക്ഷിയുടെ തീരുമാനം കൗൺസിലിൽ പാസ്സാകില്ല. എന്നാൽ UDF ഭരണസമിതിയുടെ തീരുമാനം റദ്ദാക്കാൻ സുവർണാവസരം കിട്ടിയിട്ടും വിയോജനക്കുറിപ്പ് നൽകുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ BJP നേതാക്കൾക്ക് ആയില്ല. അത് ഞങ്ങൾ പാർട്ടിയുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. ഇപ്പൊ പാർട്ടിയുടെ കാര്യങ്ങളല്ലേ, പാർട്ടി റദ്ദ് ചെയ്യണം ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ചെയ്യും. വേറൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. കരാറുമായി നഗരസഭ മുന്നോട്ടു പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ശക്തമായി പ്രതിഷേധമുണ്ടാകുമെന്ന് LDF നേതാക്കൾ അറിയിച്ചു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.